ഹലോ. അപ്പോൾ ഇന്നത്തെ ഞാൻ വന്നിരിക്കുന്നത് ഈ പുലാസൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. ഒരു വിദേശി പഴമാണ്. ദൂരെ കാണുന്ന എന്താണെന്ന് പുലാസൻ്റെ കായ്കളാണ്. അതെല്ലാം നിറം മാറി തുടങ്ങിയല്ലേ. നമുക്കൊരു കുറച്ചെണ്ണം ഒന്ന് പറിച്ചെടുക്കാം. എല്ലാം തന്നെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. പുലാസൻ്റെ കളറ് മാറി തുടങ്ങി. കൂടുതൽ പഴുത്തു നോക്കി നമുക്കൊന്ന് പറിച്ചെടുക്കാം. കണ്ടോ, ഇത് ഒന്ന് ഞെക്കുമ്പോൾ അല്പം ഒരു സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ട്. ഉള്ളു പഴുത്തായിരിക്കും. മരം മൂക്കുന്നതനുസരിച്ച് കായ്കളും വലുതായി വരും എന്നാണ് പറയുന്നത്. പുലാസൻ്റെ ഒരു പഴുത്ത കായാണിത്. ഈ പുലാസന് അത്ര ഭംഗിയില്ലെങ്കിലും അത്ര രുചിയില്ലെങ്കിലും ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധമാണ്. അതുപോലെ ഇത് പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും ഇത് കഴിച്ചാൽ. പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ജലദോഷം വരാതിരിക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, പെട്ടെന്ന് പ്രായമാകാതെ പ്രായം കുറയ്ക്കാൻ, അല്ലെങ്കിൽ പ്രായം കൂടരുത്, വാർദ്ധക്യം പെട്ടെന്ന് വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. ഇതൊരു വിദേശ പഴമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ജന്മദേശം മലേഷ്യയാണ്. പുലാസൻ റംബൂട്ടാൻ്റെ ലിച്ചിയുടെയൊക്കെ വർഗത്തിൽപ്പെട്ട പഴം തന്നെയാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധമാണ്. അങ്ങനെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം, വെയിറ്റ് കുറയ്ക്കും. അങ്ങനെ 5-6 ഗുണങ്ങളുള്ള ഒരു പഴമാണിത്. പിന്നെ റംബൂട്ടാനിടത്തോളം അത്രയ്ക്ക് തന്നെ ഇതിൻ്റെ നാരിന് നീളമില്ല, കുറച്ചും കൂടെ നാരിന് നീളം കുറവാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇതുപോലെ ഒരു ചെറുതുകൊണ്ട്, അത് പെട്ടുകായാണോ ആൺകായാണോ ആൺപൂവാണോ ഇതൊന്നും എനിക്കറിയില്ല. എല്ലാം കായുടെ ഒപ്പം. ഇതിൻ്റെ മുള്ളൊക്കെ ആണെങ്കിൽ കടച്ചക്കയുടെ അതുപോലെയല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ നീളമുണ്ട്. എന്നാൽ ചക്കയുടെ മുള്ളിൻ്റെ അത്രയും ബലമൊന്നുമില്ല. എന്നാൽ മുള്ളുകളുണ്ട്. മുള്ളുകൾക്ക് റംബൂട്ടാനെ അപേക്ഷിച്ച് നീളം കുറവാണ്. അപ്പം മധുരമൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഗുണങ്ങൾ ഓർത്തിട്ട് നടാമെന്നല്ലാതെ രുചി ഓർത്ത് ഒത്തിരി ഇത് നടാനൊന്നും നമുക്ക് തോന്നിയില്ല. എനിക്ക് ഈ വിദേശ പഴത്തെപ്പറ്റി അറിയാവുന്നത് ഇത്രയൊക്കെയാണ്. മലേഷ്യനാണ്. മലയൻ ദ്വീപുകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ലിച്ചിയുടെ റംബൂട്ടാൻ്റെയൊക്കെ വർഗത്തിൽപ്പെടുന്നതാണ്. പിന്നെ ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ വേരും ഇലയും തടിയൊക്കെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഈ വിദേശ പഴത്തെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു. ഒന്നും കൂടെ പറയാൻ വേണമെങ്കിൽ, കാരണം ഇത് ഒത്തിരി പേർക്ക് അറിയാൻ പാടില്ലാത്തൊരു പഴമാണല്ലോ എന്ന് ഓർത്തോട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. ആവർത്തനമുണ്ട്, അല്ലെങ്കിൽ ഇത് മോഷിച്ചിലാണെന്നുള്ളവർക്ക് ഓടിച്ചു വിട്ട് കാണുക, അല്ലാതെ എന്നാ പറയണേ. ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമൃദ്ധമാണ്. ജലദോഷം ഒക്കെ വരാതിരിക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. പിന്നെ ലിച്ചി റംബൂട്ടാൻ വർഗത്തിൽപ്പെടുന്നതാണ്. മധുരം ഉണ്ട് എന്നാലും. പിന്നെ ഔഷധ ഗുണമുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മുറിച്ച് നോക്കി, അല്ലെങ്കിൽ ഈ പഴമൊന്ന് പൊട്ടിച്ചതിൻ്റെ അകവും കൂടെ കാണാം. ഇത് തിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു അങ്ങനെ. പുലാസൻ്റെ പഴങ്ങളാണ്, പഴുത്തു. അപ്പം ഒരു 5-6 പറിച്ചെടുത്തോണ്ടെന്നാ. 1-2 ഒക്കെ പറിച്ച് തിന്നുന്ന 5-6 ഒരുമിച്ച് പറിച്ച. അപ്പം നിങ്ങളിതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. പുലാസൻ്റെ കായ്കൾ, അല്ലെ പുലാസൻ്റെ പഴം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് കാണിക്കാം കേട്ടോ. ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതാണ് പുലാസൻ്റെ കായ. ഒരെണ്ണം ഞാൻ പൊട്ടിച്ചത് ഉണ്ടോ. ഇത് നമ്മുടെ റംബൂട്ടാൻ്റെ കാ പോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ റംബൂട്ടാനാണോ പുലാസനാണോ അറിയാൻ പറ്റില്ല. പക്ഷേ ടേസ്റ്റിന് ഒരു അല്പം വ്യത്യാസമുണ്ട്. ഉണ്ടോ, നമുക്കൊന്ന് കഴിച്ചിട്ട് കുരുവും കൂടെ കാണിക്കാം. അതെല്ലാം ഒരു കാരട്ടുണ്ട്. ഉണ്ടോ, റംബൂട്ടാൻ്റെ
അതേ കുരു പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു, പൊളിച്ച ചക്കക്കുരുവൊക്കെ പോലെ. ഇത് കണ്ടോ ഒരെണ്ണം പൊട്ടിച്ചത്. ഇതിനകത്തെ ഫ്രഷും കൊള്ളിയില, കായുമില്ല. ചിലതിനൊക്കെ ഇത്ര മാത്രം ഉള്ളൂ, ഒരു കുഞ്ഞിത് മാത്രം. നല്ലത് കുറവാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ എല്ലാം തന്നെ കേടായിരുന്നു. ഈ വർഷത്തെ ഇപ്പം ഒത്തിരി കേടില്ല, കൂടുതലും നല്ലതാണ്. എന്നാലും ഇടയ്ക്ക് ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടെല്ലാം നല്ലതാണ്. അത് മുറിച്ചെടുത്തു. പക്ഷെ അത് ആദ്യത്തെ അത്രയും പഴുത്തില്ല എന്ന് തോന്നുന്നു. നന്നായിട്ട് കറുത്ത് വന്നാലേ അതിലും കരട് പറ്റി. ഇതൊന്നും കത്തി കൊണ്ട് മുറിച്ച് കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ അവസ്ഥ. നമുക്ക് റംബൂട്ടാനെക്കാട്ടിലും കുറച്ചും കൂടെ പൊളിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഒരല്പം കൂടെ ഉറപ്പുമുണ്ട്. ജലാംശം ഇച്ചിരി കുറവാണ്. അപ്പോൾ ഈ പഴമാണ് പുലാസൻ. അപ്പം പുലാസം പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ആരെങ്കിലും വാങ്ങി വയ്ക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി നല്ലതാണെന്നൊന്നും സജസ്റ്റ് ചെയ്യാലോ കേട്ടോ. നമ്മുടെ നാട്ടിലെ പഴങ്ങൾ ചാമ്പങ്ങയൊക്കെ തിന്നാൽ ഇതിലും ടേസ്റ്റ് ഉണ്ട്. ഇതും ചീമച്ചാമ്പ പോലെ അല്ലെങ്കിലും നല്ല കരിക്ക് പോലെ അല്ല ഇരിക്കണേ. ഇച്ചിരി ചാമ്പങ്ങ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ബാക്കി നിൽക്കുന്ന പുലാസനും കൂടെ നന്നായിട്ട് മൂക്കുമ്പം പറിച്ചെടുക്കാം അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുലാസൻ്റെ കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ പഴം എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലായില്ലേ. കുഴപ്പമില്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത്ര നല്ല പഴമാണെന്നും പറയില്ല. ഇഷ്ടമുള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാം.